ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടുമുറ്റത്തെ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടാലോ? മാങ്ങ പറിക്കാൻ പോവാ. ഓക്കെ. വേറെ ആരുമല്ല, ചേച്ചീൻ്റെ മോൻ തന്നെയാണ് മാങ്ങ പറിക്കുന്നത്. അപ്പോൾ അവൻ എന്തൊക്കെയോ തോട്ടിയൊക്കെ സ്പെഷ്യലായിട്ടിട്ട് ഉണ്ടാക്കേണ്ട ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പറിക്കാൻ പോവാം. ഞാൻ തോട്ടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. മാങ്ങ കിട്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. ഇവിടെ ആദ്യം ഒരു തോട്ടി ഉണ്ടായിരുന്നു വല്യച്ഛൻ്റെ വീട്ടിൽ. അത് വെച്ചിട്ടാണ് ഞങ്ങൾ പറിക്കല്. എല്ലാ പ്രാവശ്യവും ഒരു ഏട്ടൻ വരലാണ് പറിക്കാൻ. ഇപ്രാവശ്യം തോനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എടുത്തൊക്കെ ഉണ്ടായപ്പോൾ അവൻ പറയും നമുക്ക് പറിക്കാം, ഞാൻ പറിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറുകയാണ്. അവനായിട്ട് തന്നെ തോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കയറുകയാണ്. കിട്ടുമോന്നൊന്നും അറിയില്ല. അപ്പോൾ ഓൻ വേഗം ഓടി കയറി. തോട്ടി താഴേന്ന് പിന്നെതാ അവൻ്റെ അനിയെ എടുത്ത് സഹായിക്കുന്നുണ്ട്. നികക്കുട്ടിയും രുദ്രവും എല്ലാവരും ഞങ്ങളെല്ലാവരും ഇവിടെ താഴുണ്ട്. അങ്ങനെ അങ്ങനെ അതിലേക്ക് ചാടില്ലേ മാങ്ങ. അങ്ങനെ എങ്ങനെ അടിച്ച് പറക്കില്ലേ? അതിനുള്ളിൽ തോട്ടിണ്ടാ? പറഞ്ഞതുപോലെ തന്നെ അവന്റെ ശ്രമം പരാജയപ്പെട്ടു ഗൈസ്. മാങ്ങ മുഴുവൻ താഴേക്കാണ് വീഴുന്നത്. അവൻ കെട്ടിയ തുണിയിലേക്ക് വീഴുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നില്ല. കാരണം മാങ്ങ മുഴുവൻ കേടുവരും, നിലത്ത് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഴുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അമ്മേനോട് കയറ് കൊണ്ടുവന്നിട്ട് ബക്കറ്റ് കെട്ടി പിന്നെ അതിൽ പറിച്ചെടുത്തിട്ട് താഴത്തേക്ക് ഇറക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. അമ്മ ഇതാ കയറും ബക്കറ്റൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മുകളിലേക്ക് കയറ്റണം. അപ്പോൾ കയറ് മുകളിലേക്ക് ഇവിടുന്ന് കുണി കയറിയിട്ട് മുകളിലേക്ക് ഇട്ടിട്ട് പിന്നെ അവിടുന്ന് മാങ്ങ പറിച്ചിങ്ങനെ നമ്മൾ ഇറക്കും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അമ്മ അതാ കയറൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നീക്കുട്ടി അമ്മ മാങ്ങ മാങ്ങ എന്ന് പറയുന്നുണ്ട് അവിടുന്ന്. അത് അനിയ മോൻ കയറിയിട്ട് കയറങ്ങോട്ട് തൊട്ടിയിൽ കയറ്റി കൊടുത്തു. കുട്ടിക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. ടാട്ടിനെ ഫോട്ടോ എടുക്കേ? എടുത്തോ. ഇങ്ങനെ പിടിച്ചോ, മുകളിലേക്ക് പിടിക്കി. ടാട്ടിനെ കാണുന്നുണ്ടോ എനിക്ക്? ഇവിടെ ക്യാമറയിൽ മോള് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് കുറച്ച് നേരം അവളുടെ കയ്യിലായിരുന്നു ഫോൺ. അപ്പോൾ എന്താ ഒരു ബക്കറ്റ് മാങ്ങ കണ്ട് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് പിന്നെ മാങ്ങ വേറെ ബക്കറ്റിലേക്ക് ഇറക്കി മുകളിലേക്ക് പിന്നെയും കയറ്റണത് നിങ്ങൾ കാണുന്നത് ഇറക്കണ വീഡിയോ. അപ്പോൾ മോളെ കയ്യിലേക്ക് പോയി ഫോണ്. അപ്പോൾ അതാ ഞാൻ മാങ്ങ ബക്കറ്റിൽ വറച്ചിട്ട് പിന്നെ താഴത്തേക്ക് ഇറക്കും. അപ്പോൾ ഒരിക്കലും മാങ്ങ നിലത്ത് വീഴില്ല. അപ്പോൾ പെട്ടെന്ന് പഴുപ്പിക്കാൻ വെച്ചാൽ ഈ പുഴുക്കൾ കറുപ്പ് കളറാവുക അങ്ങനെയൊന്നും നല്ല ഫ്രഷ് നല്ല മാങ്ങ കിട്ടും നമുക്ക് പഴുപ്പിക്കാൻ. നല്ല മാങ്ങയാണ്, നല്ല സ്മെല്ലും, നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പഴുപ്പിച്ച് കഴിഞ്ഞാലും രസമാണ്, പച്ചയിൽ കഴിക്കാനും രസമാണ്, അച്ചാറിട്ടാലൊക്കെ നല്ല അടിപൊളിയാണ്. കുറേ മാങ്ങ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ചുറ്റുവട്ടത്ത് ഞങ്ങളെ ഫാമിലീസൊക്കെ ഞങ്ങൾ എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്. ഈ മാങ്ങ അരയ്ക്കാൻ പോവാ? ഈ മാങ്ങ അരയ്ക്കാൻ പോവാ? എടുക്കേ? വീണ് പോവേ? ഇജ്ജ് മാങ്ങ അരയ്ക്കാൻ പോവാ? മണിക്കോട്ട കേറിക്കാം, കോണിമ കേറിക്കാം. വീഴേ? എന്നോട് ഞാൻ പറഞ്ഞില്ലേ വീഴൊന്ന്. പിന്നെ എന്തിനാ കേറിയേ? അമ്മമ്മന്റെ താഴെ അതിന്റെ ചോട്ട് പോയിക്കണം. അമ്മമ്മയുടെ തലയിൽ മാങ്ങ വീണത് കണ്ടപ്പോ അവള് മാങ്ങ ഇറങ്ങി. അമ്മമ്മക്ക് പേടിയായിട്ടുണ്ട്. ഇനി അവളെ വീഴുന്നു വിചാരിച്ചിട്ട് പിന്നെ ബക്കറ്റ് മാങ്ങ ഉള്ള രണ്ട് കൊമ്പ് നാനും മാങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് ആ മാങ്ങ പറക്കിലൊക്കെ നിന്ന് മാങ്ങയൊക്കെ അടുക്കളയിൽ കൊണ്ടുവച്ചു, ചെമ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വൈക്കോല് എടുക്കാൻ വേണ്ടി അമ്മ പോയിട്ടുണ്ട്. പിന്നെ വൈക്കോൽ എടുത്തിട്ട് അമ്മ അത് വൈക്കോലിൽ കുത്തിവയ്ക്കും. ഇതാണ് കേട്ടോ ഞങ്ങൾ പറിച്ച മൊത്തം മാങ്ങ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ.